എക്കാപ്പറമ്പിൽ എല്ലാ ഫ്രൈഡേ നല്ല അടിപൊളി ബീഫ് കിട്ടും കേട്ടോ. ഫ്രൈഡേ ആവുന്നതിന് 2 ദിവസം മുന്നേ മുതൽ ഞാൻ ബീഫിൻ്റെ കഥ ശ്യാമിനോട് പറഞ്ഞു തുടങ്ങും. ഒരു കാലത്ത് ബീഫ് പറ്റ നിർത്തിയതായിരുന്നേ, പിന്നെ വീണ്ടും തുടങ്ങിയതാണ്. എന്തിനാ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിർത്തുന്നു, അത്രേ ഉള്ളൂ. ബീഫ് കറി എല്ലാം വെക്കാൻ പഠിച്ചത് ശ്യാമിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിലായാലും ശ്യാമിൻ്റെ വീട്ടിലായാലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബീഫും കപ്പയും. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അതെന്തായാലും ഉണ്ടാവും, അത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ രാവിലെ ശ്യാം എക്കാപ്പറമ്പിൽ പോയി കുറച്ച് കപ്പയും ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കപ്പയും ബീഫും നല്ല കോമ്പിനേഷനാണ്. വേഗം തന്നെ ഞാൻ കപ്പ പൊളിച്ച് കൊത്തി ഞുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിയും കറിവേപ്പിലയും പറിക്കാനായിട്ട് പുറത്തു പോയി. പിന്നെ അത് തേങ്ങ പൊതിക്കുന്നതിനിടയിൽ എൻ്റെ പാര കയ്യിലൊന്ന് കുത്തി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള സമയമൊന്നുമില്ല. എന്തായാലും ഇതൊന്ന് വേഗം ആവട്ടെ. അരപ്പൊക്കെ ചേർത്ത് കപ്പയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്നെന്തായാലും ചോറ് വെക്കണ പരിപാടിയില്ല കേട്ടോ. ഇന്ന് ഫുള്ളും ഞാൻ കപ്പയും ബീഫിലാണ് ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ബീഫിനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു നുറുക്കി എടുക്കുവാണ് കേട്ടോ. ഈ ബീഫ് കറിയുടെ വീഡിയോ കുറേ നാളായിട്ട് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ എടുത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവറും കൂടെ കൊടുക്കാനുള്ളൂ കേട്ടോ. നമ്മുടെ ബീഫ് കറി നല്ല നാടൻ ഇടുക്കി കോട്ടയം സ്റ്റൈൽ ബീഫ് കറിയാണ്. നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നേരെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നേരെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് പോയി. ഇന്ന് നമ്മൾക്ക് ചുരിദാറാണ് അടിക്കാനുള്ളത്. എല്ലാം അടിച്ച് ഞാൻ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട്. വിശന്ന് പ്രാണം കത്തിയിട്ടാണ് വീട്ടിലെത്തിയത്. വേഗം തന്നെ കപ്പയും ബീഫൊക്കെ എടുത്ത് വെച്ചു. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ലൈക്ക് സബ്സ്ക്രൈബ്